ഞാൻ വന്നിട്ടുള്ള ഗൈസ് പൊട്ടിക്കൽ പോയി അവിടെ നേരെ സ്കൂളിൽ പോയി വീട്ടിലേക്ക് വന്നു. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നല്ല അടിപൊളി മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോണത് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് തീയൊക്കെ കുറച്ച് വെച്ചിട്ടൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ലോണം പറഞ്ഞാൽ കുറച്ച് സമയം ഞാൻ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു മൺചട്ടി എടുത്തു. ഈ മൺചട്ടിയിലാണ് നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങയും ചെറുള്ളിയും അരച്ചത് ചേർത്തു. പിന്നെ ഒരു 2 കറിവേപ്പിൻ്റെ ഇലയും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് അരച്ച സമയത്ത് കേട്ടോ. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മല്ലി മുളക് ഇത് രണ്ടും കൂടെ ചേർത്തു. മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ നമ്മൾ എത്രത്തോളാണോ മീൻ കറി ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒന്നുമല്ല, അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു അരമണിക്കൂർ മുമ്പേ കുറച്ച് കുടംപുളി നല്ലോണം ചൂട് വെള്ളത്തിൽ കഴുകിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതുപോലെ അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി വരും. കുടംപുളിയൊക്കെ നല്ലോണം എന്താ പറയുക ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യുമല്ലോ. അപ്പോൾ കുടംപുളി എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, കുറച്ച്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തു. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയൊരു തവി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കറി നമുക്ക് വറ്റി വരുന്ന സമയത്ത് ഇത്രയൊക്കെ മതി. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തേങ്ങ അരച്ചിട്ടുള്ള ആ ഒരു മിക്സി ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ കുറച്ച് മിക്സി ഒന്നിട്ട് കഴുകി ആ ജാറൊന്ന് കഴുകിയിട്ടുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് ഇനി അടച്ച് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. തിളച്ചതിന് ശേഷമാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഞങ്ങളിവിടെ പറയുക സൂത എന്നാണ് പറയുക. അതിന് ചൂര എന്നും പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ, ചൂര എന്നും പറയാം. അപ്പോൾ അതിന് കുറച്ച് മീൻ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, ചെറിയുള്ളി ഇത്രയും നന്നായിട്ട് അരച്ചതുമാണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടത്. പിന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസ് കേട്ടോ, അതായത് പകുതി നാരങ്ങയുടെ ഒരു പകുതി ഇങ്ങനെ നാരങ്ങ എടുത്ത് അതിൻ്റെ കുറച്ച് ആ ഒരു ജ്യൂസും കൂടെ ഇട്ട് കൊടുത്തു, ഉപ്പും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുകയാണ്. നമ്മളെ മീൻ കറി ആവണ ആ ഒരു സമയം കൊണ്ട് അതും കൊണ്ട് മസാലയൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വറക്കാനുള്ള മീനിലൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ച സമയമായപ്പോഴത്തേക്കും മീൻ കറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മീൻ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു മീനാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് ഫ്രൈ ചെയ്തു. പിന്നെ കുറച്ച് കഷ്ണം അതിൻ്റെ ബാക്കി അവർ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് വാങ്ങിയതാണ്. അപ്പോൾ ആ തലയുടെ ആ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം കൂടെ ഇട്ടിട്ടാണ് ഒരു കറിയാക്കണത് കേട്ടോ. അപ്പോൾ തിളച്ച് വന്ന നമ്മുടെ ഈ കറിയിലേക്ക് ഞാനത് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു 2-3 പച്ചമുളകും കൂടെ കീറിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ തോന്നി കേട്ടോ. നല്ല സ്പൈസി ആവാൻ വേണ്ടിയിട്ട് കേട്ടോ, നല്ല എരിവ് ഉണ്ടാവണം വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 2-3 പച്ചമുളകും കൂടെ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ വീണ്ടും നമ്മുടെ മീൻ കഷ്ണമൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് സിമ്മിലിട്ട് വെക്കുകയാണ്. എന്നിട്ട് അങ്ങനെ ചെറിയ തീരിരുന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഇങ്ങോട്ട് സെറ്റാവട്ടെ കറി. ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് കപ്പയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു 30 രൂപയ്ക്ക് വാങ്ങിയ കപ്പയാണ്. അപ്പോൾ ഈ കപ്പയും കൂടി ഒന്ന് വേവിച്ചെടുക്കട്ടെ. കപ്പ ഞാൻ കുക്കറിലേക്ക് ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് ഇതിലേക്ക് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലടിപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഈ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം ഞാൻ തേങ്ങയും അതുപോലെ തന്നെ ചെറിയുള്ളിയും 2 ചെറിയുള്ളി 1 വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇത്രയും ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻകറി അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു, നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും കറി മതി. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വറവിട്ടെടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യണില്ല, താളിച്ച് വയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊന്നും ചെയ്യണില്ല കേട്ടോ. കറിയാണ് സെറ്റായിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ തേങ്ങ അതൊക്കെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ കപ്പയും വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ അരപ്പ് ഒക്കെ ചേർത്ത് കൊടുത്തു. തേങ്ങയും ഇതൊക്കെ ചതച്ചത് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മീൻ റെഡി ആയിട്ടുണ്ട്. വന്നു ഇതാ കിച്ചുമോൾക്ക് കൊടുത്തത് കപ്പയും മീൻ കറിയാണ് കേട്ടോ. കറിയും മീനൊക്കെ എടുത്ത് കിച്ചുമോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചോളെ ഞാൻ വന്നിട്ടുള്ള ഗൈസ് പൊട്ടിക്കല് പോയി. അവിടെ നേരെ സ്കൂളിൽ പോയി. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറ. മീനും പ്രൊഫസറായി ഞാൻ എന്തായാലും ഇന്ന് കഴിക്കണില്ല വിചാരിച്ചിട്ട്, അതായത് ഉണ്ടാക്കിയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ പിറ്റേ ദിവസമാണ് എൻ്റെ കപ്പ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസമാണ് കപ്പയും ചൂടാക്കി ഈ മീൻകറിയും കൂട്ടി കഴിച്ചത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഇതുപോലെ മീൻകറി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കിച്ചുമോൾ പറയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്മ എന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസത്തേക്കാണ് ഒന്നും കൂടെ ടേസ്റ്റ്. കാരണം അന്നത്തേക്കാളും ടേസ്റ്റ്, അത് എപ്പോഴും മീൻകറിയൊക്കെ അങ്ങനെ തന്നെയാണ് പോലെ അല്ലേ. നമ്മൾ ഉണ്ടാക്കി അന്ന് കഴിക്കണേക്കാളും ടേസ്റ്റ് പിറ്റേ ദിവസം ഒരു ദിവസം ഇരുന്നിട്ട് പിറ്റേന്ന് കഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.